الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവശക്തനായ റബ്ബിന്റെ സർവ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഒരു യാത്ര പോകേണ്ടവരാണ്. ആ യാത്രയുടെ തുടക്കം മരണമാണ്. ആ മരണം എന്ന്, എപ്പോൾ, എങ്ങനെ നമുക്കാർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് ഒരു വിളക്ക് അണയുന്നത് പോലെ ഒരു നാൾ നമ്മളെല്ലാവരും അണഞ്ഞുപോകും. വേണ്ടപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി അവരുടെ
ചുഴലിക്കാറ്റിലേക്ക് പോകുമ്പോൾ ആ സങ്കടങ്ങളും വേദനകളും ഒരു പരിധി കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലാതെയാകും. ബാക്കിയാകുന്നത് അവനവന്റെ അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുകയും ഈ കാലമത്രയും ജീവിക്കാൻ ജീവനും സമ്പത്തും ആരോഗ്യവും നൽകിയ അള്ളാഹുവിലേക്ക് മടങ്ങുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണം നടന്നാൽ പലപ്പോഴും മരണ വീടുകളിൽ ഇസ്ലാമികപരമല്ലാത്ത പല പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. അതിനുവേണ്ടി വാശി പിടിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ പലരും പരിഗണിക്കാറില്ല. ആ മയ്യത്തിന് കിട്ടേണ്ടുന്ന പ്രാർത്ഥനകളെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. പക്ഷെ ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിലൂടെ മരണപ്പെട്ടവർക്ക് വേണ്ടി പാപമോചനം അതുപോലെ രക്ഷയും തേടി ദുആ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മൾ തെറ്റ് സംഭവിച്ചവരാണ്. ആ തെറ്റോടുകൂടെയാണോ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി നാം പോകുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ മയ്യത്തിന്റെ വേണ്ടപ്പെട്ടവർ മയ്യത്തിന് വേണ്ടി പാപമോചനം തേടുകയും രക്ഷ തേടുകയും ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വല്ലദീന ജാഊ മിൻ ഖബ്ലിഹിം മിൻ ബഅദിഹിം, അവരുടെ ശേഷം വന്നവർക്കും അവർ പറയും. എന്താ അവർ പറയുന്നത്? ആ ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ളില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. യഖൂലൂന, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലനാ വലിഖ്വാനിനാ, ഞങ്ങൾക്കും അതുപോലെ തന്നെ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും വലിഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസത്തോടുകൂടെ കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നതാണ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷം ഉണ്ടാക്കരുതേ അല്ലാഹ്. പ്രയോഗം നോക്കണം. സത്യവിശ്വാസം സ്വീകരിച്ചവരോട്, ഈമാനുള്ളവരോട്, അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാണ് റബ്ബേ.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മരിച്ചാൽ നമ്മൾ ഹദീസ് കേട്ടിട്ടുണ്ട്, ഇതിനെയാണ് നമ്മൾ തുടരേണ്ടത്. ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മുസ്ലിമിലുണ്ട് ഹദീസ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന ഹദീസിലെ കാര്യങ്ങളാണ് സമ്പാദിക്കേണ്ടത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. ശരിക്കും മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനത്തിന്റെ അവസാനം എന്തായിരിക്കണമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കുകയാണ്, അവന്റെ ജോലി അവസാനിക്കുകയാണ്, അവന്റെ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയാണ്, അവന്റെ എല്ലാ ഇടപാടുകളും അവസാനിക്കുകയാണ്. മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതൊന്ന് തുടർച്ചയായ പ്രയോജനപ്പെടുന്ന ദാനമാണ്, തുടർച്ചയായി പ്രതിഫലം കിട്ടുന്ന ദാനമാണ്. പള്ളിക്ക് വേണ്ടി ദാനം കൊടുത്താൽ, മദ്രസക്ക് വേണ്ടി ദാനം കൊടുത്താൽ, അതുപോലെ എന്നെന്നും ഉപകരിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും കൊടുത്താൽ അത് നാളെ ആഖിറത്തിലുണ്ട്. പരിശുദ്ധമായ ഹദീസ് പറയുകയാണ്, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അറിവുണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവാണ് വേണ്ടത്, തിരിച്ചറിവാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, പലതും നമ്മൾ കേൾക്കാറുണ്ട്, ഇതേ മിമ്പറിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, ഇനി അത് വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് അഥവാ ഉപകാരപ്രദമായ അറിവുണ്ടാകണം. അതാണ് ഗുണപ്രദമാകുന്നത്. മൂന്നാമത് പറയുന്ന കാര്യം, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, സാലിഹായ സന്താനം ഉണ്ടാകണം. ആ സന്താനമാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അതാണ് സമ്പാദിക്കേണ്ടത്. മക്കൾ സാലിഹീങ്ങളാകണം, മയ്യത്ത് നിസ്കരിക്കാൻ അറിവുള്ളവരായിരിക്കണം, മയ്യത്ത് കുളിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം, കഫൻ ചെയ്യാൻ അറിവുള്ളവരായിരിക്കണം. അതേപോലെ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചു കൊടുക്കാനുള്ള അതിനുള്ള കഴിവും ധൈര്യവും ഉണ്ടായിരിക്കണം. അതേ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊടുക്കാനുള്ള അറിവും കഴിവും ഉണ്ടായിരിക്കണം. അതാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ആ ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി മരിച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്ന അമലുകൾ ചെയ്യുന്നവരായിരിക്കണം അവർ. ഇതാ നമ്മൾ മരിച്ചാൽ കിട്ടാൻ ആലോചിച്ചെങ്കിൽ നമ്മൾ സമ്പാദിച്ചതിൽ നമ്മുടെ മക്കളാണ് ഏറ്റവും നല്ല സമ്പാദ്യം. അങ്ങനെയുള്ള മക്കളാണെന്ന് പരിശോധിക്കണം. മയ്യത്തിന്റെ പ്രാർത്ഥന ഉണ്ട്. മൂന്നാം തക്ബീറിൽ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് തുടങ്ങുന്നത്. ആ പ്രാർത്ഥന പോലും ഇന്നത്തെ മക്കൾക്ക് അറിയില്ല. ചോദിച്ചു, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ഇമാം നിൽക്കുന്ന സമയത്ത് നമ്മുടെ മകനോ വേണ്ടപ്പെട്ടവർക്ക് അത് അറിയില്ലെങ്കിൽ നമ്മുടെ അത്രയും കാലം വളർത്തി വലുതാക്കിയത് വെറുതെയായി പോകും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സമ്പാദിക്കണം നമ്മൾ ദുനിയാവിൽ. ഇതേ ബാക്കിയാവും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു മയ്യത്ത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കിട്ടേണ്ട കാര്യം അതാണ്. ഇനി ഒരാൾ മരിച്ചാലോ, ജനാദ നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീടുകളിൽ മയ്യത്ത് ഒരാൾ മരിച്ചാൽ അവിടെ വരുന്നവർക്ക് നമസ്കരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. കാരണം എന്താ അറിയോ, എല്ലാവരും മയ്യത്തെടുക്കുന്നവർ നിൽക്കാൻ പറ്റുന്ന ആളുകളായിക്കൊള്ളുന്നില്ല.
അതുകൊണ്ട് ആ മയ്യത്തിന് കിട്ടേണ്ടത് നിസ്കാരമാണ്, പ്രാർത്ഥനയാണ്. വരുന്നവർക്കൊക്കെ അത് കിട്ടിയാൽ വലിയ അത്ഭുതമല്ലേ? അതാണല്ലോ വേണ്ടത്. പക്ഷെ പലയിടത്തും ഒരാൾ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, ബാപ്പ മരിച്ചാൽ ചർച്ച എന്താണ്? ഭക്ഷണത്തെ കുറിച്ചാണ് ആദ്യം ചർച്ച. പന്തല്, കസേല, ഒച്ചയും ബഹളും ആകെ ചർച്ച അങ്ങോട്ടാ പോണത്. മയ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്കല്ല വരുന്നത്. ആദ്യം തീരുമാനിക്കേണ്ടത് മയ്യത്തിന് ഗുണം കിട്ടുന്ന കാര്യത്തെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് എൻ്റെ പ്രിയ മാതാവ് മരണപ്പെട്ടത്. മാതാവിന്റെ മരണവേളയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പേരക്കുട്ടികളും മക്കളും മരുമക്കളും എല്ലാവരും റൂമിലുണ്ട്. ഖുർആനിന്റെയും ദിക്റിന്റെയും ആ സാന്നിധ്യത്തിൽ ഉമ്മ അങ്ങനെ കിടക്കുകയാണ്. ഉമ്മാന്റെ അവസാന സമയം, ആത്മാവ് ഇങ്ങനെ പോകാൻ ഇനിയില്ല. ഉമ്മാന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ആ മെഷീനിൽ അതിന്റെ രേഖ നേർരേഖയായി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ചെറിയൊരു ചലനം. ആ സമയത്ത് റൂമിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഏകദേശം സമയമായിട്ടുണ്ട്, ഈ റൂമിൽ വെച്ച് നമ്മുടെ ഉമ്മാനെ ഉടനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. അവിടുന്ന് മിനിറ്റുകൾക്കടക്കം ഉമ്മ മരിക്കുകയാണ്. മരിച്ചു എന്ന് അവരോട് ഉറപ്പ് പറഞ്ഞു. ഉമ്മ കഴിഞ്ഞു, ഉമ്മ മരിച്ചിരിക്കുന്നു, ഉമ്മ വേർപ്പെട്ടിരിക്കുന്നു. ഇനി ഉമ്മാക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരേ തീരുമാനം, ഒരേ വർത്തമാനം, ഒരേ ലക്ഷ്യം, ഒരു പ്രശ്നമില്ല. കുളിപ്പിക്കാനുള്ള കട്ടിൽ കൊണ്ടുവരുന്നു, കുളിപ്പിക്കുന്നു, കുളിപ്പിച്ച് അവർ തരുന്നു. പുറത്ത് കഫൻ പുടവ നിർത്തിയിട്ടിരിക്കുന്നു, അതിൽ വെച്ച് കഫൻ ചെയ്യുന്നു. വരുന്നവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം രാത്രിയിൽ തന്നെ തയ്യാറാക്കി വെച്ച് സുബഹി നമസ്കാരം മുതൽ വന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാള് പോലും നമസ്കരിക്കാതെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. സ്ത്രീകളും പുരുഷന്മാരും ഇന്നലെ പള്ളിയിൽ നമസ്കരിച്ചതിനേക്കാൾ അധികം വീട്ടിലാണ് നമസ്കരിച്ചത്. തൊട്ടടുത്ത മഹലിൽ മരണം നടന്നിട്ടുണ്ട്, അവിടെ പോകേണ്ടതുണ്ട്. അവിടെയും 11:30 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. വേറെയും മരണങ്ങൾ നടന്നിട്ടുണ്ട്, വന്നവർക്ക് അങ്ങോട്ട് പോകണം. ഇവിടെയൊന്ന് നമസ്കരിക്കാൻ അത് പറയുമ്പോഴേക്കും പറഞ്ഞു ഉണ്ട്, സൗകര്യമുണ്ട്. എല്ലാവരും നമസ്കരിച്ച് സമാധാനത്തോടുകൂടെ പോയി. നമ്മൾ അതാ ചെയ്യേണ്ടത്. ഇന്നലെ വന്ന് വീണ്ടും വീട്ടിലേക്ക് വന്ന പല ആളുകളും പറഞ്ഞത്, ഇങ്ങനൊരു അവസരം ആർക്കും കിട്ടാറില്ല, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടാറില്ല. അതിന് സമ്മതം ചോദിച്ചാൽ പോലും തിക്കും തിരക്കും കാരണം, ഒന്നുകിൽ സ്ഥലപരിമിതി അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ മയ്യത്തിന് കിട്ടേണ്ടുന്ന ജനാദ നമസ്കാരം കിട്ടാതെ അവസാനം പള്ളിയിലേക്ക് പോകുമ്പോ സങ്കടത്തോടുകൂടെ ആ മയ്യത്തിന്റെ അഖിലുകാര്, വീട്ടുകാര്, കുടുംബക്കാര് നമസ്കരിക്കാൻ പറ്റാത്ത സങ്കടത്തോടുകൂടെ ആ മയ്യത്തിന് വിട പറയുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്താണ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ നാം കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇത് നിർബന്ധമാണ്, ഇതാണ് കിട്ടേണ്ടത്. സഹോദരങ്ങൾ, അതിനുള്ള തന്റെ ഇടം കാണിക്കണം. പിന്നെ എന്താ നമ്മൾ ചെയ്യാ? നാട്ടുകാര് തീരുമാനത്തിന് നമ്മുടെ ഉമ്മാന്റെ ഉപ്പാന്റെ മയ്യത്ത് വിട്ടുകൊടുക്കരുത്. തീരുമാനം നമ്മുടേതായിരിക്കണം. ആരെന്ത് പറഞ്ഞാലും പറയാനുള്ള ആർജവം, ഈമാൻ, അത് നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, പ്രതിഫലം പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലി ഫലഹു ഖീറാത്തുൻ വമൻ ഷഹിദ ഹത്താ തുദ്ഫന കാന ലഹു ഖീറാതാനി ഖീല വമൽ ഖീറാതാൻ ഖാല മിത്ലുൽ ജബലൈനിൽ അദീമൈനി. അറിയണങ്ങളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും ഒരു ജനാദയെ സന്ദർശിച്ചാൽ ഫലഹു, അവനുണ്ട് ഖീറാത്ത്, ഒരു ഖീറാത്തുണ്ട്.
വമൻ ഷഹിദ ഹത്താ തുദ്ഫന കാന ലഹു ഖിറാതാനി. ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അതിന്റെ അവസാനം വരെ നിന്നാൽ കാന ലഹു ഖിറാതാനി, അവർക്ക് 2 ഖിറാത്ത് ഉണ്ട് എന്ന് റസൂലുള്ളാഹി. സഹാബത്ത് വേഗം ചോദിക്കണേ, വമൽ ഖിറാതാനി, എന്താ ഈ 2 ഖിറാത്ത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മിസ്ലുൽ ജബലൈനിൽ അലീമൈനി, ശ്രേഷ്ഠമായ 2 പർവ്വതങ്ങളുടെ പ്രതിഫലം. ഏതാ പർവ്വതം? ഉഹുദ് മലയാണ്. ഉഹുദ് മലയാണ്. മദീന പള്ളിയിൽ ഇരുന്നാൽ ഉഹുദ് മല അന്ന് കാണാം. ആ ഉഹുദ് മലയെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന മലയാണെന്നാണ്. അപ്പോ ഖിറാത്താൻ എന്ന് പറഞ്ഞാൽ ആ 2 ഉഹുദ് മലയോളം പ്രതിഫലം. എന്താ നമ്മൾ ചെയ്തത്? ഒരു മയ്യത്ത് സന്ദർശിച്ചു, ഒരു ഉഹുദ് മല. ആ മയ്യത്തിന് വേണ്ടി കാത്തു നിന്ന് നിസ്കരിച്ചു. അതിന്റെ സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടാ വരുന്നതെങ്കിലോ അത്രയും പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. മരിച്ചോടത്തിരുന്നിട്ട് ഖുർആൻ ഓതല്ല, മരിക്കുന്നവർക്ക് വേണ്ടിയ ഖുർആൻ ഓതുന്നത്. അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മാന്റെ വിഷയത്തില് വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം വല്ലാത്ത അനുഗ്രഹം. അത് കേട്ടിട്ടുണ്ടാവും ഉമ്മ. ആ ഖുർആനിക വചനങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ഉമ്മയാണ്. ഓർമ്മയുള്ള നാള് മുഴുവൻ ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഉമ്മയാണ്. അതുകൊണ്ട് ആ ഉമ്മാന്റെ അടുത്തിരുന്ന് ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, അതിലധികം ആളുകൾ അല്ലാഹുവിന്റെ കലാം ഓതി ഓതി ഓതി. ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, മറ്റു ചിലർ സുബ്ഹാനല്ലാഹ് ചൊല്ലി. അങ്ങനെ ചൊല്ലി 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 അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാനുള്ള അവസരം എന്റെ ഉമ്മാക്ക് അല്ലാഹു നൽകി. വല്ലാത്തൊരു അനുഗ്രഹമാണത്. വലതും സാലിഹുൻ യദൂലഹു എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയാണ് പറഞ്ഞത്. അത് കിട്ടിയതുകൊണ്ടാ പറഞ്ഞത്, അനുഭവിച്ചോണ്ടാ പറഞ്ഞത്. അത് നമുക്ക് കിട്ടണം, പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതൊരു വല്ലാത്ത അനുഭവമാണ്. അങ്ങനെ ഒരു ഉമ്മ, ഒരു ഉപ്പ നമ്മുടെ കയ്യിൽ കിടന്ന് നമ്മുടെ അടുത്ത് നിന്ന് മരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പൊരുത്തവും അതാണ്. അത് നമ്മുടെ മനസ്സങ്ങനെ ആകണം. നമ്മുടെ മനസ്സങ്ങനെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ മരിച്ചാൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 എന്ന് 7 എന്ന് 40 എന്നാണ്. അതല്ല ചർച്ച. അവിടെ അല്ല ചർച്ച. നമ്മൾ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചു തന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയണം. അതിലൊന്നാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ. عن ابن عباس رضي الله عنه أن سعدا سأل النبي صلى الله عليه وسلم إن أمي ماتت ولم توصي أفتصدق عنها قال نعم. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബി, എന്റെ ഉമ്മ മരിച്ചു. ഇന്ന ഉമ്മി മാതത്, അവർ വസിയത്ത് ചെയ്തിട്ടില്ല. വലം തുസി, വസിയത്ത് ചെയ്തിട്ടില്ല. എന്നാൽ അഫതസദ്ദഖു അൻഹാ, അവർക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്തോട്ടെ? ഖാല നഅം. അല്ലാഹു റസൂൽ അനുമതി കൊടുത്തത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ ജുമുഅക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഉമ്മാന്റെ മക്കൾ വീട്ടിലുള്ളവരൊരു മീറ്റിംഗ് കൂടി. ഞാനിത് പറയുന്നത് നിങ്ങൾക്കുള്ള ജീവിതത്തിലെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. മീറ്റിംഗ് കൂടി. എന്ത് ഇനി ഉമ്മാക്ക് വേണ്ടി ചെയ്യണം, എന്താണ് ചെയ്യണം? ഉമ്മ ഇഷ്ടപ്പെടുന്ന, ഉപ്പ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉപ്പാക്ക് വേണ്ടി ചെയ്തു വരുന്നത് അതോടുകൂടെ ഉമ്മാക്ക് ചെയ്യാം. ഉമ്മാക്ക് കൊടുക്കുന്നത് ഇഷ്ടമാണ്, ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടമാണ്, മറ്റുള്ളവർക്ക് കയ്യിലുള്ളത് കൊടുക്കുന്നത് ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ്. അതേ ഇഷ്ടങ്ങളെ തുടർന്ന് ഉമ്മ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെട്ട്, സ്നേഹിച്ചവരെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം, തീരുമാനമെടുക്കണം. അതാ മരിച്ച ചെയ്യണം. മക്കൾ കൂടേണ്ടത് അതിനാണ്. മുതല് എടുത്ത് തർക്കം കൂടാനല്ല. ഇന്നതൊക്കെ നടക്കുന്നത്. മരിച്ച മയ്യത്തിന് എന്ത് കിട്ടും? അതാണ് സ്നേഹമുള്ള മക്കൾക്ക്. അതാണ് റസൂല് പറഞ്ഞത്, വലതുൻ സാലിഹുൻ യദ്ഉ ലഹു. നല്ല മക്കൾ അതേ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അപ്പൊ എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. ഉമ്മ ദാനം ആർക്കെങ്കിലും കൊടുത്തിരുന്ന സ്ഥിരം ആളുകളുണ്ടെങ്കിൽ, ബാപ്പ കൊടുത്തിരുന്ന ആളുകളുണ്ടെങ്കിൽ അവരടുക്കലേക്ക് പോയി സ്നേഹബന്ധം നിലനിർത്തി എന്റെ ഉപ്പ തന്നതിതാ, ഞങ്ങളിതാ തുടരുന്നു, സ്വീകരിക്കണമെന്ന് പറയണം. അത് കിട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ഥിരമായിട്ടുള്ള ജാരിയായ സദഖ, അതേപോലെ ഹജ്ജും ഉംറയും മരിച്ചവർക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ എന്റെ ഉമ്മ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, ഉംറ ചെയ്തിട്ടുണ്ട്. ആ ഉമ്മാക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടതാണ്. ഇനി വേറെ അതിന് പറ്റാത്ത ആളുകൾ, ഇപ്പൊ മരിച്ച ആൾക്ക് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ട് മരിച്ചു, പക്ഷെ അവർക്കെന്നില്ല, മക്കളോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഇല്ല, എങ്കിൽ ഒരാളെ ഏൽപ്പിക്കാം. ബദൽ ഹജ്ജ് എന്നതിന് പറഞ്ഞു. പക്ഷെ ഏൽപ്പിക്കുന്ന ആൾ അയാളുടെ ബാധ്യത നിറവേറ്റണം, വിശ്വസ്തനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. ഏൽപ്പിക്കപ്പെട്ടാൽ അതുപോലെ ചെയ്യണം. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് അങ്ങനെ വന്നു. അങ്ങനെ ബദൽ ഹജ്ജിന് 2 പേര് വന്നു. ആദ്യം പറഞ്ഞു പേടിയോടെ ഞങ്ങളത് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഏറ്റെടുത്തത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെയും മറ്റൊരു പണ്ഡിതനെയും ഏൽപ്പിച്ച് അങ്ങനെ ചെയ്തു. പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു പിതാവ് മാതാവ് ഹജ്ജ് ആഗ്രഹിച്ച് നടക്കാതെ പോയാൽ അത് മക്കളുടെ കടമയാണ് അവർക്ക് വേണ്ടി ചെയ്യൽ. അത് ആ മക്കളാണ് ചെയ്യേണ്ടത്. മക്കൾ ഹജ്ജ് ചെയ്തവരാണെങ്കിൽ പിന്നീടുള്ള ഹജ്ജ് മാതാവിനോ പിതാവിനോ വേണ്ടി ചെയ്യൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചർച്ച ചെയ്യാറുണ്ട് എവിടെങ്കിലും? ചർച്ച ചെയ്യാറുണ്ട് എവിടെങ്കിലും? ഇല്ല. നമ്മുടെ നാടുകളിൽ ചർച്ച ചെയ്യാറില്ല. ചർച്ച ചെയ്യണം. ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ് പഠിപ്പിച്ചത്, ഇതാണ് ഒരു മയ്യത്തിന് കിട്ടുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി മരിച്ച മയ്യത്തിന് നോമ്പ് കടം വീട്ടാനുണ്ടെങ്കിൽ ആ നോമ്പിന് പകരമായിട്ടുള്ള ഫിദയും കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. കഴിഞ്ഞ കൊല്ലത്ത് നോമ്പ് നോറ്റിട്ടില്ല, അതിന് ഫിദിയ കൊടുത്തിട്ടില്ല. ഈ വർഷത്തെ നോമ്പിന് മരണപ്പെട്ടുവെങ്കിൽ ഫിദിയ കൊടുത്തിട്ടില്ല എന്ന് മക്കളോട് പറഞ്ഞാൽ, മക്കൾ അറിഞ്ഞാൽ ആ ഉമ്മാക്ക് വേണ്ടി ഫിദിയ കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതൊന്നും മരിച്ച വീടുകളിൽ ചർച്ച ചെയ്യാറില്ല. ഉണ്ടോ? ചിന്തിച്ചുളങ്ങള്. പിന്നെ എന്താ ചർച്ച ചെയ്യല്? ഇസ്ലാം പറയാത്തതും ഇസ്ലാമിന് പരിചയമില്ലാത്തതും ഖുർആനിനും സുന്നത്തിനും പരിചയമില്ലാത്ത വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യും. അതുകൊണ്ട് വിശ്വാസികളെ, ഇത് വളരെ വളരെ അനിവാര്യമായ കാര്യമാണ്. ഇത് പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് ആർജവത്തോടെ പറയണം. ആർജവത്തോടെ പറയണം. വീട്ടിലേക്ക് ഉമ്മാന്റെ മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി ആ മഹല്ലത്തിലെ ചില ഉസ്താദുമാര് വന്നു. അവിടെ ദീനിന് പാടില്ലാത്തതും ഞാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു കാര്യം അവിടെ നടത്തി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, പള്ളിയിലേക്ക് കൊണ്ടുവരും, നമസ്കരിക്കാൻ, ഖബറടക്കും, അതെല്ലാം ഞങ്ങൾ ചെയ്യും. വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ അതൊക്കെ ഞങ്ങൾ ചെയ്യും. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ അത് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും റബ്ബ് തന്നിട്ടുണ്ട്. അത് ചെയ്യലാണ് എന്റെ ഉമ്മാന്റെ തൃപ്തി. അത് ഞങ്ങൾ ചെയ്യും. തിരിച്ചു ചോദിച്ചു, വരുവാണോ? ഇവരുടെ ആവശ്യം അതിലില്ല. അൽഹംദുലില്ലാഹ്, ലീവിന്റെ സമയമായിരുന്നവരെല്ലാവരും പോയി. മുവഹിദുകളായ ആളുകൾ എന്റെ ഉമ്മാന്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്ത ആളുകൾക്ക് അതറിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെ പറയാൻ പറ്റണം നമുക്ക്. ദീനിലുള്ളത് മതി, ദീനിലില്ലാത്തത് വേണ്ട. കാരണം നമ്മുടെ വീട്, നമ്മുടെ ഉമ്മ, നമ്മുടെ കുടുംബം നമ്മുടേത് മാത്രമാണ്. അവിടെ പറയുന്നിടത്ത് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കേണ്ടതില്ല. അവിടെ പറയണം, അതാണ് ദീൻ, അതാണ് പ്രബോധനം. ഒരു പ്രശ്നമില്ല. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ നമ്മൾ വിചാരിക്കും നല്ലതല്ലേ. മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല ഖുർആൻ ഓതേണ്ടത്, മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ ഓതേണ്ടത്.
മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ മുഫസ്സിറിനെ അറിയാത്തവരല്ലല്ലോ മുസ്ലിം ലോകം. ആ മുഫസ്സിറിനെ അറിയാത്തവരല്ല. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുണ്ട്. ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത الشافعي رحمه الله ومن تبعوا أن القراءة لا يصل إهداء ثوابها إلى الموتى لأنه ليس من عملهم ولا كسبهم ولهذا لم يندب إليه رسول الله صلى الله عليه وسلم أمته ولا حثهم عليه ولا أرشدهم إليه بنص ولا إيماء ولن ينقل ذلك عن أحد من الصحابة رضي الله عنهم ولو كان خيرا لسبقونا إليه. കൃത്യമായിട്ട് എഴുതി വെച്ചൊരു കാര്യമാണ്. ഒരു കൃത്യമായ ഒരു ഖുർആനിക വചനത്തെ എടുത്തുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ഖുർആനിക വചനത്തിൽ തന്നെ ഇമാം ഷാഫി, അല്ലാഹു അവന് കരുണ ചെയ്യട്ടെ, അദ്ദേഹവും അവരെ പിന്തുടരുന്നവരും ഇങ്ങനെ നിഗമനം ചെയ്തു. അതാണ് ഇസ്തിംബത ഷാഫിഈ എന്ന് പറഞ്ഞത്. അദ്ദേഹവും അദ്ദേഹത്തെ തുടരുന്നവരും ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം മരിച്ചവർക്ക് സമർപ്പിക്കുന്നത് അവർക്ക് എത്തിച്ചേരില്ല. നമ്മൾ ചെയ്യൂലേ? ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം പറഞ്ഞത്, പാടില്ലാത്തത് ചെയ്യരുത്. ഖുർആൻ ഓതാൻ നല്ലതാണ്. എപ്പോഴാ ഓതേണ്ടത്? അത് ജീവൻ തുടിക്കുമ്പോഴാ ഓതേണ്ടത്. അപ്പോഴേ അത് ഉപകാരപ്പെടുള്ളൂ. അതിനാൽ അല്ലാഹുവിന്റെ ദൂതൻ തന്റെ ഉമ്മത്തിനോട് ഇതിന് ശുപാർശ ചെയ്യുകയോ അവരതിന് പ്രോത്സാഹിപ്പിക്കുകയോ വ്യക്തമായോ പരോക്ഷമായോ ഇതിലേക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. വ്യക്തമായോ പരോക്ഷമായോ അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടില്ല ഈ വിഷയത്തെ കുറിച്ച്. അപ്പൊ നമ്മുടെ വീട്ടിൽ മരണം നടന്ന വീട്ടിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, മയ്യത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിർത്തിയില്ല ഈ വിഷയം പറയുമ്പോ സഹാബികളിൽ അല്ലാഹു അല്ലാഹു അവരോട് തൃപ്തനാകട്ടെ, ഒരാളിൽ നിന്നും ഇങ്ങനെ ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അലിയാർ തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അശ്റത്തുൽ മുബശ്ശിരീങ്ങളായ സഹാബത്തുണ്ട്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമകൾ ഫാത്തിമയുണ്ട് റളിയല്ലാഹു അൻഹ. എല്ലാവരും ഉണ്ടായിരിക്കെ ഒരൊറ്റ ആയത്ത് ഹബീബിന്റെ ചാരത്തിരുന്ന് ഓതിയതായി തെളിവിന്റെ ഒരു അംശം പോലുമില്ല. അത് അറിയാത്തവരല്ല സഹാബത്ത്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ആദ്യം ചെയ്യുമായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്യുമായിരുന്നു. അത്രമേൽ സ്നേഹമായിരുന്നവർക്ക് റസൂല് അവർ ജീവിതത്തിന്റെ ഭാഗമാണ്. ഉമറിനേക്കാൾ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെയാണ്. സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെയാണ്. ആ റസൂലിന്റെ അരികിൽ പോലും വഫാത്തായതിനു ശേഷം അവർ അവിടെ ഇരുന്നുകൊണ്ട് അരികിലിരുന്ന് ഖുർആൻ ഓതിയിട്ടില്ല, അതുപോലെ തസ്ബീഹ് ചൊല്ലിയിട്ടില്ല, അതുപോലെ തന്നെ തഹ്ലീൽ ചൊല്ലിയിട്ടില്ല, ദിക്റുകളൊന്നും ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ചെയ്യേണ്ടത് അതല്ല. പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും ആ നല്ലത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നിർവഹിക്കുമ്പോഴാണ് പ്രതിഫലം ഉണ്ടാവുക. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ എതിർക്കുന്നവരോട് മാന്യമായി ദീന പറയാനുള്ള ഈമാനും ധൈര്യവും ഉണ്ടാകണം. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. കടങ്ങൾ വിട്ടുക, കടങ്ങൾ ഉണ്ടാകും. അതിന് ഞാൻ പറയുള്ളൂ, ഇപ്പം വെച്ചാൽ ഉപ്പയോ ഉമ്മയോ ബന്ധപ്പെട്ടവർ ആരെങ്കിലും രോഗിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഓർമ്മയും സംസാരശേഷിയും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചറിയിക്കുക, കൊടുക്കാനുണ്ടോ, ആർക്കെങ്കിലും എഴുതി വെക്കുക, ബന്ധപ്പെടാനുള്ള നമ്പറുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ആ മയ്യത്തിനെ സംരക്ഷിക്കാൻ അതാണ് ചെയ്യേണ്ടത്.
അള്ളാന്റെ റസൂൽ മയ്യത്തിനെ കൊണ്ടുവന്നിട്ട് കടമുണ്ടെന്ന് അറിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ മയ്യത്തെ നിസ്കരിക്കാതെ മാറി നിന്നു. അത് ഏറ്റെടുത്തപ്പോഴാണ് അള്ളാന്റെ റസൂൽ നിന്നത്. എന്നിട്ട് റസൂൽ ഏറ്റെടുത്ത ആളോട് ചോദിക്കാൻ കൊടുത്തു. വലിയ വിഷയമാണിത്. അതുകൊണ്ട് അങ്ങനെ വയ്യാതെ കിടക്കുന്ന രോഗികളായ ഉമ്മയോ ബാപ്പയോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ചോദിക്കണം, ഉമ്മ കടമുണ്ടോ? ഉമ്മ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ഉമ്മ ഞാൻ കൊടുത്തോളാം. മത്സരം കാണിക്കണം അവിടെ, മത്സരം കാണിക്കണം അവിടെ. അവിടെ മത്സരം കാണിക്കണ്ടേ? ഇക്കാക്ക് കൊടുക്കരുത്, അനിയന് കൊടുക്കരുത്, ഞാൻ കൊടുത്തോളാം. അതുപോലെ സംസാരങ്ങളിൽ ബന്ധങ്ങളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് ബാപ്പയോട് പറഞ്ഞു മനസ്സിലാക്കി ആ ബന്ധങ്ങൾ അടുപ്പിക്കുന്നതിന്റെ പ്രതിഫലം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതൊക്കെയാണ് രോഗിയായി കിടക്കുന്നവരോട് ചെയ്യേണ്ടതും മരണത്തിന് മുമ്പ് ചെയ്തു കൊടുക്കേണ്ടതും. റാഹത്തായിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ വലിയ വിഷയങ്ങൾ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയൊരു ആയത്ത് അല്ലേ കടമാണ്. കടം മേടിക്കേണ്ടി വരും. അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് കടം മേടിക്കേണ്ടി വരും. അതുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ സമയത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ഈ സമയത്തിന് എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊടുത്ത ആൾക്ക് നീട്ടിക്കൊടുക്കേണ്ടി വരും. പക്ഷെ മേടിച്ചാൽ മേടിക്കുന്ന സമയത്തെ ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് പിന്നെ കാണിക്കാതെ തലതിരിച്ച് നടക്കുന്നത് ഹറാമിന്റെ പണിയാ. അത് അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് വീട്ടാതെ മരിച്ചാൽ പരലോകത്ത് ഒരു രക്ഷയുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ആയത്ത് അത്രയും കൃത്യമായിട്ട് പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് പറയട്ടെ. മരിച്ചിട്ട് മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് കടമുള്ളവരൊക്കെ പറഞ്ഞോളൂ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മുന്നേ അത് നമ്മൾ നേരത്തെ ഓരോരുത്തരും തയ്യാറാക്കി വെക്കുക. ഒന്നുമില്ലെങ്കിൽ കടം വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. ഇന്ന ആൾക്ക് ഇത്ര ഉറുപ്പിക കൊടുക്കാനുണ്ടെന്ന് എഴുതി വെക്കുക. അത് തന്റെ ഇണയെയോ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുക. ഞാൻ മരിക്കുകയാണെങ്കിൽ ഇതാ ലിസ്റ്റ് ഇതാ, അത് കൊടുക്കാനുള്ള മാർഗം ഇതാ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. റാഹത്തായിട്ട് കുഴപ്പമില്ല. മരിച്ചതിന് ശേഷം മൈക്കിലൂടെ പറയേണ്ട രീതിയല്ല അത്. പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ആ മരണത്തിന് മുമ്പ് തയ്യാറെടുപ്പ് നടത്തണം. അതിൽപ്പെട്ട ഒരു പരിപാടിയെ കടം. അല്ലാഹു ആ രൂപത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ അതിന്റെ ബാധ്യതകൾ അനന്തരാവകാശികളാണ് ഏറ്റെടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രീതിയിൽ ഈമാനോടുകൂടെ മുസ്ലിമായി മരിക്കാനും അതേപോലെ തന്നെ ജീവിക്കാനും മരിക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു വസിയ്യിദാനി ബിത്തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, മരിച്ചവർക്ക് വേണ്ടി കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ. ഇന്നലെ ഉമ്മാന്റെ മയ്യത്ത് കാണാൻ വേണ്ടി അതിൻ്റെ ജനാദ സംസ്കരണത്തിൽ പങ്കെടുത്ത ഒരു പണ്ഡിതൻ പോകുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് നൽകിയൊരു ഉപദേശം, എനിക്ക് ഇന്നലെയാണ് ആ ഒരു ഇൽമ കിട്ടിയത്. മരിച്ചവർക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഓർമ്മയിലുള്ളതാണ്, ഒന്ന് എൻ്റെ ഓർമ്മയില്ലാത്തത്, എനിക്ക് അറിവില്ലാത്തത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ നമസ്കാര വേളയിലും ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്, നാളെ പരലോകത്ത് അന്നിങ്ങനെ നമ്മുടെ അമലുകൾ പറയുമ്പോ ആ അമല് നോക്കിയിട്ട് പറയുന്ന സമയത്ത് രക്ഷിതാക്കൾ പറയും, ഇതെന്താ ഇത്ര അമലുകൾ കൂടുതൽ പഠിച്ചോനെ, ഇത് ഞാൻ ചെയ്തതല്ലല്ലോ. അന്ന് അതിന് കൊടുക്കുന്ന മറുപടി ഉണ്ട്, അത് നിങ്ങളുടെ മക്കളുടെ ഇസ്തിഗ്ഫാറാണ്. നമ്മൾ എത്രമേൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നുവോ അത്രമേൽ അതിന്റെ പ്രതിഫലം നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കുള്ളതാണ്. മനസ്സിലായത്? അതുകൊണ്ട് നമ്മുടെ ഉപ്പ ഉമ്മ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും
സ്നേഹിക്കപ്പെടേണ്ടതും സ്നേഹിച്ചവരുമാണ്. ഓർമ്മകളാണ് അവർ. ആ നിലക്ക് തന്നെ ഇനി അവർക്ക് കൊടുക്കാനുള്ളത് എല്ലാ വക്കത്തിലും ആത്മാർത്ഥമായി, അല്ലെ? നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു പ്രാർത്ഥന. അതുപോലെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും നമ്മൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ അത് നാളെ വലിയ ഒരു പ്രതിഫലമായി നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടും. ചെയ്യണം നമ്മൾ ഓരോരുത്തരും. പലരും ഇവിടെ ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ചവരാണ്. ഉപ്പ മരിച്ചവരുണ്ടാകും, ഉമ്മ മരിച്ചവരുണ്ടാകും, ഉപ്പയും ഉമ്മയും മരിച്ചവരുണ്ടാകും. ആ നിലക്ക് തന്നെ എങ്ങനെയായാലും മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് നമ്മൾ സ്വയം ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. ഇതൊരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഓർക്കാൻ നല്ലത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ റൂമിലെ ഷെൽഫുകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല വസ്ത്രങ്ങളുണ്ടാകും. ആ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജോഡി വസ്ത്രം നമ്മൾ മയ്യത്തിന്റെ വസ്ത്രം എടുത്തു വെക്കുക. ഒരു ജോഡി, വില കുറഞ്ഞ ഒരു ജോഡി വസ്ത്രം മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെക്കണം. ചെയ്തിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ആ ഭാഗ്യം കൂടി എൻ്റെ മക്കൾ കിട്ടി. അൽഹംദുലില്ലാഹ്. ഈ മക്കയില് പോയി കഴിഞ്ഞാൽ അവിടെ മക്സലെല്ലാം ഭാഗത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന സെന്ററിലേക്ക് ഹാജിമാരെ കൊണ്ടുപോകും. അവിടെ പോയാൽ തിരിച്ചു പോരുമ്പോൾ ഒരു കവർ അവർ തരും. അതിലെല്ലാം ഉണ്ടാവും. ഒരിക്കലും ഒരു ഹാജിനോട് ചോദിച്ചു, ഇതെന്താ ചെയ്യാൻ? ഞാൻ ഹാജിയോട് പറഞ്ഞു, മരിക്കണം, മരിച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾ ഷെൽഫിൽ വെച്ചോളി. ആരാ മരിച്ചാൽ അവർക്ക് കൊടുത്തളിയാണ്. അങ്ങനെ കിട്ടിയ ഒരു കഫം പുടവ, അൽഹംദുലില്ലാഹ്, അത് ഉമ്മാക്കാണ് നമ്മുടെ റബ്ബ് തീരുമാനിച്ചത്. അതേപോലെ ഒരു കഫം പുടവ ഓരോരുത്തരും അവനവന്റെ ഷെൽഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ ബ്രാൻഡഡായ വസ്ത്രങ്ങൾക്കിടയിൽ ഒന്ന് കരുതി വെക്കുന്നത് നല്ലതാണ്. മരിച്ച സമയത്ത് അത് മേടിക്കാൻ വേണ്ടി ഓടണ്ട. ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു ഓർമ്മ ഉണ്ടാവും മരണത്തെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ ജീവിക്കാനും മരിക്കാനൊക്കെ തൗഫീഖ് ചെയ്യുവാണ്. ജമ്മു കാശ്മീരിൽ ഒരു സലഫി സ്ഥാപനമായ മദ്രസയും ഖുർആൻ ഹിഫ്ള് സെന്ററും ഒക്കെ പണിയുന്നുണ്ട്. ആ പ്രദേശത്തൊക്കെ നമുക്ക് അറിയാം. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. നേരത്തെ പറഞ്ഞു കിട്ടുന്ന ഒരു കാര്യം സദഖത്തുൽ ജാരിയാണ്. ആ നിലക്ക് കയ്യിലുള്ളവർ നാളത്തെ ജീവിതത്തിന് വേണ്ടി സമ്പാദ്യമായി കൊടുക്കാൻ പറ്റുന്നവർ അതിലേക്ക് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അവിടെ ഹിഫ്ള് ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ട്. അവിടെ ഹാഫിളീങ്ങളായി വളരുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു വിഹിതം നാളെ പരലോകത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം അതിലേക്ക് പോകട്ടെ. നമ്മുടെ വിയർപ്പ് അങ്ങോട്ട് പോകട്ടെ. ആ വിയർപ്പിന്റെ ഫലം പടച്ചു തമ്പുരാൻ നമുക്ക് നൽകും. ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അവൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാവ്, അവർക്ക് ഖബറുടെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനേ. അവരുടെ അമല് സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവർക്ക് വേണ്ടി മക്കൾ ചെയ്തു വെച്ചതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. ഉമ്മയെയും ഉപ്പയെയും സ്വർഗത്തിൽ മക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളിന്ന് വേർപ്പെട്ട മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ, അല്ലാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, നാളെ പരലോകത്ത് നിന്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗീയ ലോകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നന്മയോടുകൂടെ ജീവിക്കാൻ
നല്ലവരായി ജീവിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرني من النار، اللهم أجرني من النار، اللهم أجرني من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد وآله وصحبه أجمعين والحمد لله رب العالمين.